മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ച ആശ്വാസത്തിൽ യാത്രക്കാർ. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 9 വിമാനങ്ങൾ ഇന്ന് ഗൾഫ് മേഖലയിലേക്ക് സർവീസ് നടത്തും. ഷാർജയിലേക്കുള്ള സർവീസ് എയർ അറേബ്യ ഇന്ന് ആരംഭിച്ചു. കരിപ്പൂരിൽ നിന്ന് 27ഉം തിരുവനന്തപുരത്ത് നിന്ന് 30 വിമാന സർവീസുകളും റദ്ദാക്കി. മധ്യപൂർവേഷ്യയിലെ സംഘർഷ സാഹചര്യം വ്യോമഗതാഗത മേഖലയെയാണ് പ്രതിസന്ധിയിലാക്കിയത്. കേരളത്തിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ ഭാഗികമായി കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്ന് 9 വിമാനങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് സർവീസ് നടത്തും. 13 വിമാനങ്ങൾ തിരിച്ച് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തും. എയർ അറേബ്യ വിമാനം സർവീസ് ആരംഭിച്ചു. ഷാർജയിലേക്കാണ് യാത്ര. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 30 വിമാന സർവീസുകൾ റദ്ദാക്കി. ഒമാൻ എയർവേസും എയർ ഇന്ത്യ എക്സ്പ്രസും മസ്കറ്റിലേക്ക് സർവീസ് നടത്തി. കരിപ്പൂരിൽ നിന്ന് 27 സർവീസുകളാണ് റദ്ദാക്കിയത്. മസ്കറ്റ്, റിയാദ്, ഷാർജ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ സർവീസ് നടത്തി. ജിദ്ദയിൽ നിന്ന് ഇൻഡിഗോ സർവീസും ഉണ്ടായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.